ഭാരവാഹി പട്ടികയ്ക്ക് പിന്നാലെ ബി.ജെ.പിയിൽ പൊട്ടിത്തെറി. കടുത്ത അവഗണനയിൽ കേന്ദ്ര നേതൃത്വത്തെ നേരിട്ട് അതൃപ്തി അറിയിക്കാൻ വി മുരളീധരനും കെ സുരേന്ദ്രനും. ഈഴവരെയും ദളിതരെയും അവഗണിച്ചുവെന്നാണ് ആരോപണം. വിവരങ്ങളുമായി പി വി കുട്ടൻ ചേരുന്നു. പി വി കുട്ടൻ, ഇന്നലെ പല നേതാക്കളും ഇവരുടെ ഗ്രൂപ്പുകളിൽ നിന്ന് ലെഫ്റ്റാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. പൊട്ടിത്തെറിയുടെ തുടക്കം അങ്ങനെയാണ് തുടങ്ങുന്നത്. ഇപ്പോഴിതാ വി മുരളീധരനും സുരേന്ദ്രനുമൊക്കെ പരാതിയുമായി കേന്ദ്ര നേതൃത്വത്തോട് നേരിട്ട് പോകുന്നു. വലിയ പൊട്ടിത്തെറി. ഒരു സവർണ പാർട്ടിയായി മാത്രം ബി.ജെ.പിയെ മാറ്റാനുള്ള നീക്കമാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെതെന്നാണ് പ്രധാന ആരോപണം അതിനുള്ളിലെ. അജിംഷാദ്, രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ പുതിയ സംസ്ഥാനത്തെ ഭാരവാഹികളുടെ പട്ടിക പുറത്തിറക്കിയതിന് പിന്നാലെയാണ് ബി.ജെ.പിക്കകത്ത് ആഭ്യന്തര കലകം രൂക്ഷമായിരിക്കുന്നത്. നമുക്കറിയാം, ബി.ജെ.പിയുടെ രൂപീകരണ കാലഘട്ടം മുതൽ തന്നെ കേരളത്തിൽ കടുത്ത വിഭാഗീയതയിലൂടെയാണ് ബി.ജെ.പി പോയിരുന്നത്. എല്ലാ കാലത്തും 2 വർഷങ്ങൾ വളരെ തീവ്രമായ രീതിയിലുള്ള ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഈ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവരുന്നത് വഴി അദ്ദേഹം കേരളത്തിലെ ബി.ജെ.പി രാഷ്ട്രീയത്തിൽ സജീവമല്ല, താരതമ്യേന ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ പുതുമുഖമാണ്. അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് വഴി ബി.ജെ.പിക്കകത്തെ വിഭാഗീയത പൂർണ്ണമായും അവസാനിപ്പിക്കാം എന്നൊരു ലക്ഷ്യമായിരുന്നു കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലുണ്ടായിരുന്നത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ എത്തിയ ഘട്ടം മുതൽ തന്നെ, പ്രസിഡന്റായി ചാർജ് എടുത്ത ഘട്ടം മുതൽ തന്നെ വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും കോർണർ ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയിരുന്നത്. വളരെ പ്രധാനപ്പെട്ട യോഗങ്ങളിലേക്ക് ഈ 2 നേതാക്കളെ വിളിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിരുന്നു. എങ്കിൽ പോലും പട്ടിക വരുമ്പോൾ ഇത്തരത്തിലൊരു സമ്പൂർണ്ണമായ വെട്ടിനിർത്തലുണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ബി.ജെ.പിയിലെ 2 വിഭാഗങ്ങളും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ ഈ സുരേന്ദ്രൻ്റെയും മുരളീധരൻ്റെയും പ്രതീക്ഷകളെ ആകെ തെറ്റിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ പുതിയ പട്ടിക പുറത്തിറക്കിയത്. അതിനകത്ത് ഈ 2 നേതാക്കളുടെയും കൂടെ നിൽക്കുന്ന പ്രധാനികളെ പൂർണ്ണമായും വെട്ടിനിർത്തിയിരിക്കുന്നു. കൃഷ്ണകുമാറും അതോടൊപ്പം തന്നെ പി സുധീറും നേരത്തെ ജനറൽ സെക്രട്ടറിമാരായിരുന്നു. 2 പേരും ഇപ്പോൾ ആ പദവിയിൽ നിന്നും തരംതാഴ്ത്തപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട 2 പേരുടെ, അതായത് സുരേന്ദ്രൻ്റെയും മുരളീധരൻ്റെയും വലങ്കൈകളായി നിന്ന നേതാക്കൾ പി രഘുനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കൾ നേരത്തെ സംസ്ഥാന സഹഭാരവാഹികളായിരുന്നു. അവർ ഇപ്പോൾ ചിത്രത്തിൽ പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ്. സംസ്ഥാന ഭാരവാഹികളായിരുന്ന ശ്രീകാന്ത്, നാഗേഷ് എന്നിവരെ മേഖലാ പ്രസിഡന്റുമാരായി തരംതാഴ്ത്തി. വി രാജേഷ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് കോർ കമ്മിറ്റിയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന നേതാവാണ്. അദ്ദേഹത്തെ സെക്രട്ടറി സ്ഥാനം മാത്രം ആണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തഴഞ്ഞു. അതോടൊപ്പം തന്നെ മറുഭാഗത്ത് നിന്ന് കൃഷ്ണപക്ഷത്തെ ഏറ്റവും ശക്തരായ നേതാക്കളെ ഭാരവാഹി സ്ഥാനത്ത് കൊണ്ടുവരുന്നു. സുരേഷിനെയും അതോടൊപ്പം തന്നെ MT രമേശിനെയും ശോഭാ സുരേന്ദ്രനെയും ഒക്കെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. അവർ സ്വാഭാവികമായും കോർ കമ്മിറ്റിയിലേക്കും എത്തും. അത്തരം കടുത്ത അവഗണന നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കെ സുരേന്ദ്രനും വി മുരളീധരനും പരാതിയുമായി കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ വെട്ടിനിർത്തപ്പെട്ട 2 മുൻ ജനറൽ സെക്രട്ടറിമാരെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അതോടൊപ്പം തന്നെ ഒഴിവാക്കപ്പെട്ട സംസ്ഥാന ഉപാധ്യക്ഷന്മാരെ ദേശീയ സമിതിയിലേക്ക് കൊണ്ടുവരണം, വനിതാ പ്രാതിനിധ്യം ഉയർത്തണം എന്നുള്ള രാഷ്ട്രീയ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതോടൊപ്പം തന്നെ വളരെ ഗൗരവതരത്തിലുള്ള മറ്റൊരു ആരോപണം കൂടി ഈ വിഭാഗം നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം ബി.ജെ.പിയെ സമ്പൂർണ്ണമായും സവർണ പാർട്ടിയാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി താഴെത്തട്ടിലുള്ള വിഭാഗങ്ങളെ പൂർണ്ണമായും വെട്ടിയൊതുക്കുകയാണ്. ഈഴവ ദളിത് പ്രാതിനിധ്യം വളരെ കുറഞ്ഞു. ദളിത് പ്രാതിനിധ്യം എന്ന് പറയാൻ കോർ കമ്മിറ്റിക്കകത്ത് പി സുധീറാണ് ഉണ്ടായിരുന്നത്. സുധീറിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റുന്നതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന കോർ കമ്മിറ്റിയിലുണ്ടായിരുന്ന ഏക ദളിത് പ്രതിനിധിയും വെട്ടിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈഴവ പ്രാതിനിധ്യത്തിനകത്തും ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള കെ അനീഷ് കുമാർ, കെ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള 3 നേതാക്കൾ മാത്രമാണ് പ്രധാനപ്പെട്ട ഭാരവാഹി സ്ഥാനങ്ങളുള്ളത്. മറ്റ് എല്ലാവരും ഉയർന്ന സമുദായത്തിൽപ്പെട്ടവരാണെന്നാണ് ഇവർ പറയുന്നത്. അതോടൊപ്പം തന്നെ 41 ഭാരവാഹികളിൽ 31 പേരും നായർ നമ്പൂതിരി വിഭാഗക്കാരാണ്. ഇത് കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പിന്നീട് 9 വക്താക്കളെ നിയമിച്ചിരുന്നു. ഈ 9 വക്താക്കളിൽ 9 പേരും നായർ നമ്പൂതിരി സമുദായക്കാരാണ്. അത്തരത്തിൽ ഉയർന്ന ശ്രേണിയിൽപ്പെട്ടവരെ മാത്രം പാർട്ടിയുടെ ഭാരവാഹി സ്ഥാനത്തെ കൊണ്ടുവന്ന് ഏറ്റവും താഴെത്തട്ടിലുള്ള ആൾക്കാരെ അവഗണിക്കുന്നു എന്നുള്ള ഗുരുതരമായൊരു പരാതിയുമായി കെ സുരേന്ദ്രൻ, വി മുരളീധര പക്ഷം ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അജിംഷാദ്. ശരി, പി വി കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. വലിയ തരത്തിലുള്ള അസമത്വമാണ് ബി.ജെ.പിക്കുള്ളിൽ ഭാരവാഹിത്വ പട്ടികയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. വലിയ ആരോപണം. വി മുരളീധരനും കെ സുരേന്ദ്രനും ഇതാ ദേശീയ നേതൃത്വത്തെ സമീപിക്കുന്നു.